നമസ്കാരം, സിമ്പിൾ ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഓറഞ്ച് ചിക്കൻ നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഇവിടെ ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു മുട്ട അതിലേക്ക് ചേർക്കുക. ഒരു സ്പൂൺ സോയാ സോസ്, ചെറിയ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ലേശം ഉപ്പ് ചേർക്കുക. പിന്നെ കുറച്ച് കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് ഒരു 1.5 ടീസ്പൂണോളം സോയാ സോസും ചേർത്ത് നന്നായി ഇളക്കി അരമണിക്കൂർ നേരം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഓറഞ്ച് സോസ് തയ്യാറാക്കാം. ഇത് 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 1.5 സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് ലേശം കുറച്ച് ഒരു ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഈ സോസിന് ഒന്ന് കുറുകി വരാനായിട്ട് കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിലിങ്ങനെ കലക്കി വെക്കണം. ഇതിലേക്ക് 1 സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഈ ചിക്കൻ പീസസ് ഇതിനകത്തിട്ട് നമുക്കൊന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം. ഈ പരുവമാകുമ്പോഴേക്കും ഇത് നമുക്ക് കോരിയെടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ള ചിക്കനും കൂടെ വറുത്തെടുക്കാം. ആ എണ്ണ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ച് ചേർക്കുക. ഒരു കപ്പ് സവാള അരിഞ്ഞതുണ്ട്, അത് ചേർക്കുക.
ഇത് കുറച്ച് വഴന്നപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ്, അതിനകത്ത് കാശ്മീരി ചില്ലി പൗഡറുണ്ട്, പിന്നെ കുറച്ച് സോയാ സോസ് ഉണ്ട്, വിനാഗിരി ഉണ്ട്, പെപ്പർ പൗഡറുണ്ട്, കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്, ഉപ്പ്, ഇതെല്ലാം ചേർത്തതാണ് ഈ ഓറഞ്ച് ജ്യൂസ്. ഇത് 2 ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. ഇതിലേക്ക് ഒഴിക്കാം. കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ കോൺഫ്ലവർ ഇങ്ങനെ വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നത് ചേർക്കാം. അപ്പോൾ ഈ ഗ്രേവി ഒന്ന് പെട്ടെന്ന് കുറുകി കിട്ടും. ഇതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഉപ്പ്, മധുരം ഒക്കെ ആവശ്യത്തിനുണ്ടോ നോക്കണം. കുറച്ച് ഉപ്പൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ലേശം മധുരം കൂടെ ചേർക്കുന്നു. പഞ്ചസാര വേണ്ടെങ്കിൽ ഹണി ചേർക്കാം. കുറച്ചൊന്ന് ചൂട് മാറിയതിന് ശേഷം ഹണി ചേർക്കാവുന്നതാണ്. ഇവിടെ ഞാൻ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. വൈറ്റ് ഷുഗർ, ബ്രൗൺ ഷുഗറും ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. അത് വെളുത്ത എള്ള്. അതിങ്ങനെ വെളുത്ത എള്ള് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഓറഞ്ച് ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഇത് ഞാൻ ഗ്യാസ് ഓഫാക്കി ചപ്പാത്തിയുടെ കൂടെ, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ, നാനിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്.